ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇതിൽ സ്ഥിരം ചോദിക്കുന്ന, അതായത് PSC എക്സാമുകളിൽ സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി മുതൽ എല്ലാ വീക്കിലും ഒരു വീഡിയോ വെച്ചിട്ട് ഈ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. Among the following molecule which has the longest CH bond length എന്നാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇഥീൻ, ഇഥൈൻ, ഇഥൈൻ, ഓൾ ഹാവ് സെയിം CH ബോണ്ട് ലെങ്ത് എന്നാണ്. അപ്പം നമുക്ക് ഈ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് വരച്ച് നോക്കാം. അപ്പം ആദ്യത്തെ മോളിക്യൂൾ ഇഥീൻ ആണ്. ഇഥീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടാവും. ഇഥൈൻ എന്ന് പറഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി ഇഥൈൻ എന്ന് പറഞ്ഞാൽ CH3 CH3. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ എന്താണ്? sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി മൂന്നാമത്തെ മോളിക്യൂളിൽ എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പം നമുക്കറിയാം എന്താണ് ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക? ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ എങ്ങനെ വരിക? sp ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, പിന്നെ sp2, പിന്നെ sp3. ഇങ്ങനെയാണ് ബോണ്ട് സ്ട്രെങ്ത്ത്. അപ്പം ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക? sp3 ആയിരിക്കും. സ്ട്രെങ്ത്ത് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ sp3 ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, പിന്നെ sp2 വരും, പിന്നെ sp വരും. അപ്പം നമ്മളോട് ചോദിക്കുന്ന ബോണ്ട് ലെങ്ത് ആണ്. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ സി വരും ശരി. റെഡി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ട്രൈമീഥൈൽ അമീൻ ഈസ് എ വീക്കർ ബേസ് ദെൻ ഡൈമീഥൈൽ അമീൻ ഡ്യൂ ടു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ട്രൈമീഥൈൽ അമീനാണ് ആദ്യം തന്നിരിക്കുന്ന മോളിക്യൂൾ. അപ്പോൾ ട്രൈമീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? നൈട്രജൻ്റെ മുകളിൽ 3 മീഥൈൽ ഗ്രൂപ്പ്, നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടാവും. ഡൈമീഥൈൽ അമീൻ എന്ന് പറയുന്നത് ഇതാണ് ട്രൈമീഥൈൽ അമീൻ. ഇനി ഡൈമീഥൈൽ അമീൻ എങ്ങനെയാണ് ഉണ്ടാവുക? നൈട്രജൻ്റെ മുകളിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. അപ്പം നൈട്രജൻ്റെ മുകളിൽ മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. ഓക്കെ, ഇനി ഒരു ബേസിനെ ബേസ് ആക്കുന്ന ഘടകം എന്താ? ഒരു ബേസ് എപ്പോഴാണ് നല്ല ബേസ് ആവുക? ഒരു H+ ആയിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റണം അല്ലേ? H+ ആയിട്ട് ഒരു ബേസിന് എപ്പോഴും നന്നായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഈ നൈട്രജൻ്റെ മുകളിലെ ലോൺ പെയറിനെ എത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല ബേസ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ട്രൈമീഥൈൽ അമീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ട്രൈമീഥൈൽ അമീനിൽ 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓരോ മീഥൈൽ ഗ്രൂപ്പ് എന്താണ്? മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണ്? +I ഗ്രൂപ്പാണ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ 3 മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും നൈട്രജൻ നല്ല ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് ഡൈമീഥൈൽ അമീൻ്റെ കേസിൽ 2 മീഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ. ട്രൈമീഥൈൽ അമീനിൽ 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ 3 മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുമല്ലോ. അപ്പം നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ എന്തായിരുന്നു വരുന്നുണ്ട്? ട്രൈമീഥൈൽ അമീൻ ഈസ് എ ഗ്രേറ്റർ ബേസ് ദാൻ ഡൈമീഥൈൽ അമീനാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? ട്രൈമീഥൈൽ അമീൻ ഈസ് എ വീക്കർ ബേസ് എന്നാണ് തന്നിരിക്കുന്നത്. അതെന്താ അങ്ങനെ? അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. നമുക്ക് അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ ട്രൈമീഥൈൽ അമീൻ ആയിരുന്നു നല്ല ബേസ് ആവേണ്ടിയിരുന്നത്. നമ്മളിപ്പം ഇത് ഗ്യാസ് സ്റ്റേറ്റിലാണ് ഈ മോളിക്യൂളിനെ പക്ഷേ നമ്മൾ വാട്ടർ ബോളിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല അവിടെ ഘടകമായിട്ട് വരുന്നത്, അവിടെ വേറെ കുറേ കാര്യങ്ങൾ കൂടി വരും. അപ്പം വാട്ടറിന് സോൾവെൻ്റായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സോൾവേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത്
വാട്ടർ എങ്ങനെയാണ്? ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് ഓരോ സാധനത്തിനെയും അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് നോക്കുമ്പോൾ ഇപ്പം ട്രൈമീഥൈലമീൻ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. ഫസ്റ്റിൽ ട്രൈമീഥൈലമീൻ H+ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? 3 മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ പോസിറ്റീവ് ഉണ്ടാകും. അപ്പോൾ വാട്ടർ മോളിക്യൂളായിട്ട് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ടർ മോളിക്യൂളായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെയുള്ളൂ. ഇനി ഈ കേസിലാണെങ്കിൽ H+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. റെഡി അല്ലേ? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജനായിട്ട് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂളിന് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഫക്റ്റീവായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏത് കേസിലാണ്? ഇവിടെ എന്താണ്? ഡൈമീഥൈലമീൻ്റെ കേസിലാണ്. ഓക്കെ, ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 ഹൈഡ്രജനായിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം. ഇനി അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ട്രൈമീഥൈലമീൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഉണ്ട്, 3 Me ഉണ്ട്. ഓക്കെ, അപ്പം ഇത് H+ ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഈ 3 ബൾക്കി ആയിട്ടുള്ള Me ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഈ ലോൺ പെയറിന് H+ ആയിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കമ്പയർ ടു ഡൈമീഥൈലമീനിൽ 2 Me ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ സ്റ്റെറിക്കലി എന്താണ്? ഇതിനാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ H+ ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ട് ഇതാണ് എളുപ്പത്തിൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഡൈമീഥൈൽ amine is a greater base than ട്രൈമീഥൈലമീൻ. ഓക്കെ, അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് ഇവിടെ വലിയൊരു ഘടകമാണ്. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഏതാണ്? സ്റ്റെറിക് എഫക്റ്റ് ആണ്. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരിക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ആൻ ഇലക്ട്രോഫൈൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു റിയാക്ഷൻ എടുക്കുന്നു. എന്താണ് ഇലക്ട്രോഫൈൽ നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് അറിയണമെങ്കിൽ ഞാനൊരു റിയാക്ഷൻ എഴുതാം. ഇപ്പോൾ CH3 C ഡബിൾ ബോണ്ടോ CH3 അസിറ്റോൺ പ്ലസ് അമോണിയ. നമ്മൾ ഈ റിയാക്ഷൻ മെക്കാനിസം എങ്ങനെ എഴുതുക? ഈ അമോണിയയുടെ ഇലക്ട്രോൺ വന്നിട്ട് കാർബണിൽ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും അല്ലേ? CH3 CO മൈനസ് CH3 NH3+. ഇങ്ങനെയാണ് നമ്മൾ ഈ മെക്കാനിസം എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ? ഇതാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കും. ഓക്കെ, ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് എന്താണ്? ഈ സിസ്റ്റമാണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? അമോണിയ ഒരു ന്യൂക്ലിയോഫൈലും അസിറ്റോൺ ഒരു ഇലക്ട്രോഫൈലാണ്. എന്തുകൊണ്ടാണ് അമോണിയ ന്യൂക്ലിയോഫൈൽ ആയത്? നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുത്തിട്ടാണ് അത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അമോണിയയെ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളത് ആരിലാണ്? വാട്ടർ മോളിക്യൂളാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ മുകളിൽ 2 ലോൺ പെയർ ഉണ്ട്. ഇത് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക, ന്യൂക്ലിയോഫൈലാണ്. NF3 എന്താണ്? ലോൺ പെയർ ഉണ്ട്, ഇലക്ട്രോൺ കൊടുക്കുകയാണ്, ന്യൂക്ലിയോഫൈലാണ്. ഇനി അടുത്ത എന്താണ്? SO2 എടുക്കുകയാണെങ്കിൽ S ഡബിൾ ബോണ്ടോ ലോൺ പെയർ ഉണ്ട്, ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുക. SO3 ആണെങ്കിലോ ഡബിൾ ബോണ്ടോ ലോൺ പെയർ ഇല്ല, 3 ഓക്സിജനായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മൈനസ് ഇവിടെ എന്തുണ്ടാവും? പ്ലസ് ഉണ്ടാവും. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ ഇവിടേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ SO3 എന്താണ്? ഒരു ഇലക്ട്രോഫൈലാണ്. ഇതൊക്കെ ന്യൂക്ലിയോഫൈലാണ്. SO3 എന്താണ്? ഇലക്ട്രോഫൈലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരിക. ഓക്കെ ആണല്ലോ, അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്ത ഡീൽസാൾട്ട് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഡീൽസാൾട്ട് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ ഡീൽസാൾട്ട് റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെയുള്ള റിയാക്ഷനാണ് ഡീൽസാൾട്ട് റിയാക്ഷൻ എന്ന് പറയുക. ഇതിനെ നമ്മളെന്ത് വിളിക്കും? ഇതിനെ ഡൈൻ എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും? നമ്മൾ
ഡൈനോഫൈൽ എന്ന് വിളിക്കും. ഓക്കെ, ഹീറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ. ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? നേരത്തെ നമ്മൾ കണ്ട പോലെ ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ ഒന്നും ഇല്ല ഇതിൽ ഇങ്ങനെയുള്ള ഹീറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻ വിളിക്കുക. അപ്പോൾ ഇലക്ട്രോഫിലിക് അഡീഷനും അല്ല, ന്യൂക്ലിയോഫിലിക് അഡീഷനും അല്ല. നേരത്തെ നമ്മൾ കണ്ടു ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നു, അതേപോലത്തെ റിയാക്ഷൻ അല്ല ഇത്. അപ്പോൾ ഇതിനുള്ള റിയാക്ഷനെ പെരിസൈക്ലിക് എന്നാണ് വിളിക്കുക. ഇനി സിഗ്മാട്രോപിക് റിയാക്ഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സിഗ്മാട്രോപിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു പെരിസൈക്ലിക് റിയാക്ഷൻ ആണ്. പക്ഷേ സിഗ്മാട്രോപിക് റിയാക്ഷൻ നമ്മളൊരു റിയാക്ഷനെ വിളിക്കണമെങ്കിൽ സിഗ്മാട്രോപിക് റിയാക്ഷൻ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുള്ളത് കോപ്പർ റീഅറേഞ്ച്മെൻ്റ് ആണ്. കോപ്പർ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ 1,5-ഡൈൻ ആയിരിക്കണം കോപ്പർ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, 1,5-ഡൈൻ ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ കോപ്പർ റീഅറേഞ്ച്മെൻറ്റ് പറയുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ കോപ്പർ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്? അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ബോണ്ട് സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് പുതിയൊരു സിഗ്മ ബോണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്യും, പുതിയൊരു സിഗ്മ ബോണ്ട് ഉണ്ടാവുകയും ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിഗ്മാട്രോപിക് എന്ന് വിളിക്കുന്നത്. സിഗ്മാട്രോപിക്. ഓക്കെ, സിഗ്മാട്രോപിക് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? നിലവിലുള്ള ഒരു സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, പകരം പുതിയ സിഗ്മ ബോണ്ട് ഉണ്ടാവണം. അങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്മാട്രോപിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ഒരു ഈ രണ്ട് ബോണ്ടും ഇതും പുതിയ സിഗ്മ ബോണ്ടുകളാണ്. പക്ഷേ ഇവിടെ ഒരു പഴയ സിഗ്മ ബോണ്ട് ഇല്ലാണ്ടായിട്ടില്ല. പുതിയ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പഴയത് ഇല്ലാതായിട്ടില്ല. അങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ ഡീൽസാൾട്ട് റിയാക്ഷൻ വിളിക്കുന്നത്. ഇവിടെ സിഗ്മാട്രോപിക്കിൽ ഒന്ന് പോയിട്ട് പകരം പറന്ന് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത ചോദ്യം, ദി കോമ്പൗണ്ട് HCN ആൻഡ് HNC. HCN-ഉം HNC-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? HC ട്രിപ്പിൾ ബോണ്ട് ആൻഡ് HCN. HNC എന്ന് പറഞ്ഞാൽ C ട്രിപ്പിൾ ബോണ്ട് ആൻഡ് മൈനസ്. ഇത് എങ്ങനെ വരേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ട്രിപ്പിൾ ബോണ്ട് വരും, അവിടെ പ്ലസ് വരും. അപ്പം ഇത് H- ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ HNC എന്ന് വിളിക്കുന്നത്. HNC. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു ബോണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഇതിങ്ങനെ പോയിട്ട് ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നതാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ, ഇങ്ങനെയുള്ള രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്താ വിളിക്കുക? ഇങ്ങനെയുള്ള രണ്ട് റിലേഷനുള്ള മോളിക്യൂൾ നമ്മൾ വിളിക്കുന്നത് ടോട്ടോമേഴ്സ് എന്നാണ്. അങ്ങനെ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പറയാറുള്ളത് ഇങ്ങനെയുള്ള സ്പീഷീസാണ് അല്ലേ? ഇതിന് നമ്മൾ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പം ഡബിൾ ബോണ്ട് OH വരും. ഇതിന് നമ്മൾ കീറ്റോ ഫോം എന്നും ഇതിന് നമ്മൾ ഇനോൾ ഫോം എന്നും ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കീറ്റോ ഫോം എന്ന് വിളിക്കും. അപ്പോൾ കീറ്റോ ഇനോൾ ടോട്ടോമേഴ്സ് എന്നാണ് ഇതിൽ പറയുക. ഇങ്ങനെ ടോട്ടോമേഴ്സ് നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടോമേഴ്സ് നടക്കുക. ഇതിനെ ഈ രണ്ട് മോളിക്യൂൾസിനെ നമ്മൾ ടോട്ടോമേഴ്സ് എന്നാണ് പറയുക. ഇനി മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈതേഴ്സ് പോലെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കേസിലാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾ. അപ്പം ഈ സെൻറ്ററിലുള്ള ഫങ്ഷൻ ഗ്രൂപ്പിന് ലെഫ്റ്റിലും റൈറ്റിലുള്ള കാർബണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമർസത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐസോമറാണ് ഇങ്ങനെ വരും. ഇതും എന്താണ്? എയും ബിയും. ഇത് മെറ്റാമേഴ്സ് ആണ്. ഇനി നമ്മൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസം കൊണ്ടാകുന്ന ഐസോമേഴ്സ്. ഒരു ഉദാഹരണത്തിന് അസിറ്റോൺ. അസിറ്റോണിൻ്റെ ഐസോമർ എന്താ വരിക? CH3 CH2 C ഡബിൾ ബോണ്ട് OH. ഈ രണ്ട് മോളിക്യൂൾസ് എന്താണ്? ഐസോമേഴ്സ് ആണ്. ഇങ്ങനെയുള്ള ഇതിൽ ആൽഡിഹൈഡ് ആണോ ഒന്ന്, രണ്ടാമത് കീറ്റോൺ ആണ്. ഇങ്ങനെയുള്ളത് തന്നെ നമ്മൾ എന്താ വിളിക്കുക? ഇങ്ങനെയുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നമ്മൾ എന്താ വിളിക്കുക? ഇത് രണ്ടും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഇനി അടുത്ത എന്താണ്? കൺഫർമേഷണൽ ഐസോമേഴ്സ് ആണ്. കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമേഴ്സത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്യൂട്ടൈൻ്റെ ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫർമേഷനാണിത്. ഓക്കെ,
ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറകത്തെ കാർബണെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറകത്തെ കാർബണെ ഞാൻ ഒരു 60 ഡിഗ്രി തിരിക്കുന്നു. പുറകത്തെ കാർബണെ ഒരു 60 ഡിഗ്രി തിരിച്ചാൽ എന്താ കിട്ടുക, ഇങ്ങനെ കിട്ടും അല്ലേ. പുറകത്തെ കാർബണെ നമ്മൾ 60 ഡിഗ്രി തിരിച്ചാൽ, ഫ്രണ്ടിലത്തെ കാർബൺ ഞാൻ അതേപോലെ തന്നെ വെക്കുന്നു, പുറകത്തെ കാർബൺ 60 ഡിഗ്രി തിരിച്ചാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്. ഇതെന്താണ്, ഗോഷ് ഫോം എന്ന് പറയുക അല്ലേ, സ്റ്റേഗേർഡ് ആണ്, കംപ്ലീറ്റ്ലി സ്റ്റേഗേർഡ് അല്ല. ഓക്കെ, കംപ്ലീറ്റ്ലി സ്റ്റേഗേർഡ് ആണ്, ആൻറ്റി ഫോം എന്ന് പറയുക. ഇങ്ങനെ ഓരോ കൺഫർമേഷനും നമ്മൾ വേറെ വേറെ ഐസോമേഴ്സ് ആയിട്ടാണ് പറയുക. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺഫർമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് വരിക, ടോട്ടോമേഴ്സ് ആണ്. HCl ഇതും തമ്മിലുള്ള റിലേഷൻ എന്താണ്, രണ്ടും ടോട്ടോമേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ബേയേഴ്സ് റിയേജൻറ്റ് ഈസ്. ബേയേഴ്സ് റിയേജൻറ്റ് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇതിലിപ്പോൾ ഞാൻ ബേയേഴ്സ് റിയേജൻറ്റ് പറയുന്നുണ്ട്, ഫില്ലിംഗ് സൊല്യൂഷൻ പറയുന്നുണ്ട്, ടോളറൻസ് റിയേജൻറ്റ് പറയുന്നുണ്ട്, സിൽവർ മിറർ ടെസ്റ്റ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള ചോദ്യം PSCയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ബേയേഴ്സ് റിയേജൻ്റ് ആണ്. ബേയേഴ്സ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അക്വസ് KMnO4 ഓപ്ഷൻസ് ഉള്ളത് അക്വസ് KMnO4 സൊല്യൂഷൻ ആണ്, 1% ആൽക്കലൈൻ KMnO4 സൊല്യൂഷൻ ആണ്, അസിഡിക് KMnO4 സൊല്യൂഷൻ ആണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് KMnO4 ആൻഡ് K2Cr2O7 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്, 1% ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് KMnO4 സൊല്യൂഷൻ ആണ്. ഇനി നമുക്ക് ബേയേഴ്സ് റിയേജൻറ്റിനെ പറ്റി കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പം എന്താണ് ബേയേഴ്സ് റിയേജൻറ്റ്? ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡൈല്യൂട്ട്, ഇത് ഓരോ വാക്കുകളും കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, KMnO4. അപ്പോൾ KMnO4 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ബേയേഴ്സ് റിയേജൻ്റ് ആയിട്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അൺസാച്ചുറേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു മോളിക്യൂളിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു മോളിക്യൂളിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ ഈ എന്താണ് നമ്മൾ ആൽക്കലൈൻ KMnO4 സൊല്യൂഷൻ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ കളർ ചേഞ്ച് ഉണ്ടാക്കും. ഓക്കെ, കളർ ചേഞ്ച് ഇല്ല എങ്കിൽ അതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ ആൽക്കലൈൻ KMnO4 കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ചിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പോസിറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ട്. അതായത് നമുക്കറിയാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, പർപ്പിൾ കളറാണ് ഉണ്ടാവുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല എങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. കളർ ചേഞ്ച് ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് എന്ത് ചെയ്യും, ഈ പർപ്പിൾ കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറും. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ദി കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് ഷോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, AlCl3 ഒരു ആൽക്കൈൽ ഹാലൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, CH2+ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുക CH3 ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെയുള്ള ഹൈഡ്രജൻ പോയിട്ട് എന്ത് ചെയ്യും, -H+. ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ, ഈ ആരോമാറ്റിക് സിസ്റ്റം എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ് അല്ലെ, ഇലക്ട്രോൺ ഡോണർ ആണ്. അപ്പം ഇലക്ട്രോൺ ഡോണറായിട്ട് നമ്മുടെ ആരോമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇപ്പോൾ ടോളീനൊക്കെയാണ്. ഇപ്പോൾ ടോളീൻ പോലുള്ള സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും, ടോളുവിൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം CH3 എന്താണ്, ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്, +I ഗ്രൂപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ആരോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂട്ടും. അപ്പം നന്നായിട്ട് റിയാക്ഷൻ നടക്കും. ഇനി OH ആണെങ്കിൽ ഫിനോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഓക്സിജൻ്റെ ലോൺ പെയർ കൊടുത്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്.
അപ്പോഴും ഈ OH എന്ത് ചെയ്യും, ഈ ആരോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് ക്ലോറോബെൻസീനാണ്. ക്ലോറിനും എന്താണ് ഒരു പരിധിവരെ ഇലക്ട്രോൺ അത്ര വലിയ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ല. പക്ഷേ NO2 വരുമ്പോൾ എന്ത് സംഭവിക്കുക, NO2 എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇങ്ങനെയുള്ള സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്താ സംഭവിക്കുക, ഇലക്ട്രോണിനെ ആരോമാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് NO2 അടുത്തേക്ക് വലിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ കൊടുക്കാൻ ഈ റിങ്ങിന് പറ്റില്ല. അപ്പോൾ ഈ കേസിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക, നൈട്രോബെൻസീൻ ആണ് വരിക. റെഡി. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ക്യാൻ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് ഓൾസോ നോൺ ആസ് സിസ് ട്രാൻസ് ഐസോമറിസം. അതായത് നമുക്ക് ഒരു സാധനത്തിന് സിസ് ട്രാൻസ് എന്ന് വരയ്ക്കാൻ പറ്റണം. നമ്മളിവിടെ ഡബിൾ ബോണ്ടിനെ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് എടുത്തിട്ട് കാർബൺ, ഇവിടെ 2 ഹൈഡ്രജൻ വരും ഒരു കാർബണിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പം CH3H ഇങ്ങനെയാണ് വരും. ഇതാണ് ഫസ്റ്റ് മോളിക്യൂൾ. രണ്ടാമത്തെ മോളിക്യൂൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർബണിൻ്റെ മുകളിൽ എന്തുണ്ട്, 2 സെയിം ഗ്രൂപ്പ് വരുന്നുണ്ട്. ഒരു കാർബണിൻ്റെ മുകളിൽ 2 ഹൈഡ്രജൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിസ് ട്രാൻസ് ഐസോമറിസം പറയാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത്തെ മോളിക്യൂളിലും ഇതേപോലെ തന്നെ വരും, കണ്ടില്ലേ. ഒരു കാർബണിൻ്റെ മുകളിൽ 2 ഗ്രൂപ്പ് സെയിം ആയാൽ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലും അങ്ങനെ തന്നെ വരും. ഇവിടെ 2 CH3 വരും. ഓക്കെ, CH. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർബണിൻ്റെ മുകളിൽ 2 ഗ്രൂപ്പും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് 2 രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതെന്താണ്, ഇത് സിസ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു ട്രാൻസ്ഫോം കൂടി നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ Dയിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജോമെട്രിക്കൽ ഐസോമറിസം എഴുതാൻ പറ്റുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത്, ദി റിയാജൻറ്റ് വിച്ച് മേ ബി യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് എന്നാണ് ചോദിച്ചത്. സ്റ്റാർച്ചും സെല്ലുലോസും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് റിയേജൻ്റാണ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അതിൻ്റെ ആൻസർ അയഡിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അയഡിൻ സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടോളറൻസ് റിയേജൻറ്റും ഫെല്ലിംഗ് റിയേജൻസും ഒക്കെ നമുക്ക് സംസാരിക്കാം. അതായത് നമ്മളിപ്പോൾ ബെയേഴ്സ് റിയേജൻറ്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ടോളറൻസ് റിയേജൻറ്റ് ഞാൻ പറയും, അയഡിൻ നമ്മളിപ്പം പറയും, ഫെല്ലിംഗ് സൊല്യൂഷൻ പറയും. ഇതൊക്കെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക. കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള BSc കെമിസ്ട്രി യോഗ്യതയായിട്ടുള്ള PSC എക്സാമുകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അയഡിൻ്റെ കാര്യം നോക്കാം. ഈ സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും വേർതിരിക്കാൻ വേണ്ടി അയഡിൻ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയഡിൻ, ഇതാണ് നമ്മുടെ ഐഡിയ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ വൈ അയഡിൻ ഡിസ്റ്റിങ്വിഷ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇതിൽ ഈ സ്റ്റാർച്ചിൻ്റെ കേസ് സ്ട്രക്ചർ കണ്ടില്ലേ. സ്റ്റാർച്ചിന് എന്താണ്, ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാവിറ്റികളുണ്ട്. ഈ ക്യാവിറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അയഡിന് കയറി നിൽക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ അയഡിൻ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ യെല്ലോ ബ്രൗൺ മാറിയിട്ട് എന്ത് ചെയ്യും, ബ്ലൂ ബ്ലാക്കിലേക്ക് മാറും അയഡിൻ. അപ്പോൾ ഈ സ്റ്റാർച്ചിൻ്റെ സ്റ്റാർച്ചും അയഡിനായിട്ട് റിയാക്ട്, അയഡിൻ മോളിക്യൂളിന് ഇതിനുള്ളിൽ കയറി നിന്നിട്ട് അതിനെ കളറ് ബ്ലൂ ബ്ലാക്ക് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, വളരെ റിജിഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് അയഡിൻ മോളിക്യൂളിന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അയഡിൻ ഉപയോഗിച്ചിട്ട് സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തത് ഫെല്ലിംഗ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെല്ലിംഗ് സൊല്യൂഷൻ 2 എണ്ണമാണ്. ഫെല്ലിംഗ് സൊല്യൂഷൻ A ഉണ്ട്, ഫെല്ലിംഗ് സൊല്യൂഷൻ B ഉണ്ട്. ഫെല്ലിംഗ് സൊല്യൂഷൻ A എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെല്ലിംഗ് സൊല്യൂഷൻ A ഈസ് എ ഡീപ്പ് ബ്ലൂ അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഡീപ്പ് ബ്ലൂ കളറാണ്. ഈ ഡീപ്പ് ബ്ലൂ കളർ അക്വ സൊല്യൂഷൻ്റെ
കോപ്പർ സൾഫേറ്റിൻ്റെ ഡീപ് ബ്ലൂ കളറിലെ അക്വ സൊല്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫെല്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ കളർലെസ് ആയിട്ടുള്ള അക്വസ് പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ്. പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫെല്ലിംഗ് ബി എന്ന് പറയുന്നത്. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഫെല്ലിംഗ് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ഫെല്ലിംഗ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫെല്ലിംഗ് ടെസ്റ്റ് നടത്തുന്നത് ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആൽഡിഹൈഡ് ആയിട്ട് മാത്രമേ ഫെല്ലിംഗ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളൂ, കീറ്റോണായിട്ട് റിയാക്ഷൻ തരില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും, മോണോസാക്കറൈഡ്സ് റെഡ്യൂസിബിൾ ആയിട്ടുള്ള സാക്കറൈഡ്സിനെ മോണോസാക്കറൈഡ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് പറ്റും. ഓക്കെ, മോണോസാക്കറൈഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ് തരും, അല്ലാ സാക്കറൈഡ്സ് ഒന്നും നമുക്ക് തരില്ല. ഓക്കെ, അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അതായത് ഫെല്ലിംഗ് ക്യാൻ ബി യൂസ് ടു സ്ക്രീൻ ഗ്ലൂക്കോസ് ഇൻ യൂറിയ, ദസ് ഡിറ്റക്റ്റിംഗ് ഡയബറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, കാരണം നമ്മുടെ PSCയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഫെല്ലിംഗ് സൊല്യൂഷൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെസ്റ്റ് ഉള്ളത്. ഇതെന്താണ്, ഇത് നെഗറ്റീവ്, ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ് ടെസ്റ്റാണ്. അതായത് ആൽഡിഹൈഡിൽ റെഡ്യൂസിങ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ല എങ്കിൽ നെഗറ്റീവ് ടെസ്റ്റ് ആയിരിക്കും, കളർ ചേഞ്ച് ഉണ്ടാവില്ല. പോസിറ്റീവ് ആണ് എങ്കിൽ അതെന്തുണ്ടാവും, ബ്രിക്ക് റെഡ് കളർ ഉണ്ടാവും. ഓക്കെ, ആൽഡിഹൈഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫെല്ലിംഗ് സൊല്യൂഷൻ്റെ കളർ മാറിയിട്ട് ബ്രിക്ക് റെഡായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ടെസ്റ്റുകൾ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ടോളറൻസ് റിയേജൻ്റ് ആണ്. ടോളറൻസ് റിയേജൻ്റ് ഇതിനെ ഉപയോഗിക്കുന്നത്, ടോളറൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ അമോണിയയുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോ ടോളറൻസ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഇതും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കീറ്റോണിനെയോ ആൽഡിഹൈഡിനെയോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കീറ്റോൺ ആൽഡിഹൈഡിനോ മാത്രമല്ല ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ, അതായത് കീറ്റോൺ സാധാരണ പോസിറ്റീവായിട്ടുള്ള ടെസ്റ്റ് തരാറില്ല, പക്ഷേ ആൽഫ പോസിറ്റീവ് ഒരു OH ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള കീറ്റോൺസ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ടെസ്റ്റ് തരും. ഓക്കെ, അല്ലാതെ കീറ്റോൺസ് ഒന്നും പോസിറ്റീവ് ടെസ്റ്റ് തരില്ല. ആൽഡിഹൈഡ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ടോളറൻസ് റിയേജൻ്റായിട്ട് പോസിറ്റീവ് ടെസ്റ്റ് തരുള്ളൂ. അപ്പോൾ ഇതാണ് ടോളറൻസ് ടെസ്റ്റിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ നല്ല സിൽവർ മിറർ കളർ തരും, നെഗറ്റീവ് ആണെങ്കിൽ അത് കളർ, അതായത് ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നല്ല സിൽവർ മിറർ തരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആൽഡിഹൈഡ് ഉണ്ട് അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ പ്രസൻ്റ് ആണ് ആ മോളിക്യൂളിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ചൂടാക്കുമ്പോൾ നല്ല സിൽവർ മിറർ തരുകയാണെങ്കിൽ അതാണ് ആൽഡിഹൈഡിൻ്റെ കീറ്റോണിനെ തിരിച്ചറിയാനുള്ള